ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഫ്രൈഡ് മൊമോസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ ഞാനിത് മൈദയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടയിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാത്രത്തിലേക്കൊരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി എരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി എരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ സവാള എരിഞ്ഞതും ഒരു പച്ചമുളക് എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളിതിൽ സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപ്പുണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അവസാനം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും പൊടികളെ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ മൊമോസൊക്കെ ഉണ്ടാക്കുമ്പം സോയാ സോസ് ചേർക്കാറുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് കുക്കറിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇതിൽ ഒരു 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വന്നോട്ടെ. അപ്പോൾ അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മാവ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് മാവ് കയ്യിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമ്മൾ കുറച്ച് വലുതായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മളിതിൽ ഫില്ലിംഗ് ഒക്കെ വെക്കുന്നതാണല്ലോ. അപ്പോൾ തീരെ ചെറുതായിട്ട് പരത്തിയെടുക്കരുത്. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് കുറച്ച് പുറത്ത് പോയിട്ടുണ്ട്. അത് സാരമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഓരോ ഞുറിയായിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിതിപ്പം ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ആട്ട ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വരും. പക്ഷേ ടേസ്റ്റ് എന്താണേലും ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ്. നമുക്കിതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒട്ടിയിരുന്നോളും, മൈദയല്ലേ. ഇനി അടുത്ത ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മൊമോസൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മൊമോസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നാവും. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ വെന്ത് കിട്ടിയതായിരുന്നല്ലോ, അതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കില്ല. പുറമേ ഒന്നും മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.